കേരള ജനത മുഴുവൻ തന്നെ ഒരു സഹതാപം നൽകിക്കൊണ്ട്, വടകരയിലെ ജനങ്ങൾ പ്രത്യേകിച്ചും സഹതാപം നൽകിക്കൊണ്ട് കെ രമയെ MLA സ്ഥാനത്തേക്ക് ഉയർത്തി, കൈപിടിച്ചുയർത്തി. പക്ഷേ വടകരയിലെ പാവപ്പെട്ട ജനങ്ങളുടെ നേരെ കെ രമയെ സംബന്ധിച്ചിടത്തോളം ഒരു സഹതാപവും ഉണ്ടായില്ല. എന്തെങ്കിലും ചില മാറ്റങ്ങൾ വടകരയിൽ വന്നിട്ടുണ്ട് എങ്കിൽ ആ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ ഭാഗമായിട്ട് മാത്രം വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. വികസിത കേരളം വികസിത വടകര എന്ന സന്ദേശവുമായി NDA വടകര മണ്ഡലം മാർഗരേഖ പുറത്തിറക്കി. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ തീരദേശ മേഖലയ്ക്ക് ഊന്നൽ നൽകി മറ്റു മേഖലകളെ സ്പർശിച്ചുകൊണ്ടുള്ള മാർഗരേഖ തിരഞ്ഞെടുപ്പ് ഇൻചാർജ് ജയകിഷ് പ്രകാശനം ചെയ്തു. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് NDAയുടെ ഒരു വികസിത രേഖ അവതരണമാണ്. അതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ NDAയുടെ ആരാധ്യനായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ദിലീപ്, അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഇൻചാർജും BJPയുടെ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ജയകിഷ് മാസ്റ്റർ, അതേപോലെ നമ്മുടെ വടകര മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള പ്രിയങ്ക, ഒഞ്ചിയം മണ്ഡലത്തിൻ്റെ അഭിജിത്ത്, അതുപോലെ നോർത്ത് ജില്ലയുടെ സെക്രട്ടറി ആയിട്ടുള്ള വ്യാസൻ കുരിയാടി, നമ്മുടെ വടകരയുടെ എന്നല്ല കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റായിട്ടാണ് എല്ലാവരും കാണുന്നത്. വടകരയിൽ പ്രത്യേകിച്ച് വടകരക്കാർ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ ഗൗരവത്തോട് തന്നെ കാണുകയാണ്. കാരണം വടകരയുടെ വികസനം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകാരാധ്യനായ അടൽജി ഭാരത വികസനം എന്ന് പറയുന്നു. അതോടൊപ്പം അദ്ദേഹം ഒരുപടി പ്രാവശ്യം നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലേക്ക് വന്നു. കേരളത്തെ ഇത്രയധികം സ്നേഹിച്ച ഒരു പ്രധാനമന്ത്രി നമ്മുടെ ഭാരതത്തിലുണ്ടായിട്ടില്ല. ഒട്ടനവധി ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പ്രദാനം ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ് മോദിജി. ആ മോദിജി ഈ അടുത്ത നാളുകളിലും നമ്മുടെ കേരളത്തിലെത്തി വടകരയെക്കുറിച്ച് പ്രതിപാദിച്ചു. വടകരയുടെ വികസനം അത് അത്യന്താപേക്ഷിതമാണ്. വടകരയ്ക്ക് ഒട്ടനവധി വികസന കാര്യങ്ങൾ, അതിനുള്ള സൗകര്യങ്ങൾ ഉള്ള ഒരു നാടാണ് നമ്മുടെ വടകര. കഴിഞ്ഞ 5 വർഷക്കാലം MLA ആയിട്ടുള്ള കെ രമ ആ 5 വർഷക്കാലം കടന്നുപോയത് ഇന്ന് വടകരക്കാരുടെ മനസ്സിലത് 5 വർഷക്കാലം പോയല്ലോ എന്നുള്ളൊരു ചിന്താഗതിയാണ്. പക്ഷേ കടന്നു വന്നത് കേരളത്തെയും ഇന്ത്യ രാജ്യത്തെയും ഞെട്ടിച്ച ഒരു കൊലപാതകം, ആ MLAയുടെ ഭർത്താവിന് നേരെയുണ്ടായ, സ്വന്തം പാർട്ടിക്കാരിൽ നിന്നുണ്ടായ ദുരനുഭവം എല്ലാവരുടെയും കണ്ണിൽ കണ്ണുനീരണിയിച്ച ഒരു കാര്യമായിരുന്നു. ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ജനത മുഴുവൻ തന്നെ ഒരു സഹതാപം നൽകിക്കൊണ്ട്, വടകരയിലെ ജനങ്ങൾ പ്രത്യേകിച്ചും സഹതാപം നൽകിക്കൊണ്ട് കെ രമയെ MLAയുടെ സ്ഥാനത്തേക്ക് ഉയർത്തി, കൈപിടിച്ചുയർത്തി. പക്ഷേ വടകരയിലെ പാവപ്പെട്ട ജനങ്ങളുടെ നേരെ കെ രമയെ സംബന്ധിച്ചിടത്തോളം ഒരു സഹതാപവും ഉണ്ടായില്ല. വടകരയുടെ വികസനം എന്ന് പറയുന്ന ഒരു കാര്യത്തിനും കെ രമ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചില്ല. പ്രത്യേകിച്ച് വടകരയിലെ സാമൂഹ്യ പ്രവർത്തകരും വടകരയിലെ ഉദ്യോഗാർത്ഥികളും വടകരയിലെ വിദ്യാർത്ഥികളും വടകരയിലെ മറ്റ് സജീവമായിട്ടുള്ള മറ്റ് ആൾക്കാരൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സമഗ്രമായ വടകരയുടെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു സംവാദവും ഒരു അഭിപ്രായ രൂപീകരണമോ നടത്താമായിരുന്നു. അതൊന്നും വടകരയിൽ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. അതിനോടൊപ്പം തന്നെ വടകരയുടെ വിവിധ ഭാഗങ്ങൾ, ടൂറിസ്റ്റിന് അനുകൂലമായ സ്ഥലങ്ങൾ, ഒഴിഞ്ഞുകിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ വ്യാവസായിക സംഗതികൾക്ക് വേണ്ടി നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ഒരു വ്യാവസായിക രംഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും തൊഴിലാളി പാർട്ടി എന്ന് പറയുന്ന ഒരു ഭരണകൂടം പോലും 500 ആൾക്ക് പോലും ഒരു തൊഴിൽ കൊടുക്കാൻ ഉള്ള ഒരു വ്യവസായശാല നമ്മുടെ കേരളത്തിൽ സ്ഥാപിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം MLAയെ സംബന്ധിച്ച് അതിനൊക്കെ തന്നെ സാധിക്കുമായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ വടകരയുടെ വികസനം, ഇപ്പം ചോമ്പാൽ ഹാർബർ, അവരുടെ 1500ഓളം ജോലിക്കാർ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവരുടെ ഈ ഒരു വലിയ വാനോളമുള്ള സ്വപ്നമാണ് ആ ഹാർബറിൻ്റെ രൂപീകരണം. ആ ഹാർബറിൻ്റെ രൂപീകരണത്തിൽ 60% ഫണ്ട് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടും അത് പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ചെറുവിൽ അനക്കാൻ KK നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒട്ടനവധി നമ്മുടെയുള്ള പരമ്പരാഗതമായിട്ടുള്ള തൊഴിൽ സംരംഭങ്ങൾ, കാരണം സിമെൻറ്റ് നിർമ്മാണ പാത്ര നിർമ്മാണ പ്രവർത്തനമായാലും മറ്റ് മൺപാത്ര നിർമ്മാണമായാലും നെയ്ത്തായാലും അതുപോലുള്ള ചെറുകിട വ്യവസായങ്ങൾ വടകരയിൽ ധാരാളമുണ്ട്. ആ ചെറുകിട വ്യവസായങ്ങളെ ഒന്ന് തൊട്ടുണർത്താൻ, ഒന്ന് പോഷിപ്പിക്കാൻ KK നമുക്ക് ഇന്നേ വരെ സാധിച്ചില്ല എന്നുള്ളതാണ്. ചെറിയ ചെറിയ ഉദ്ഘാടനങ്ങൾ മാത്രം, അത് വലിയ വലിയ ഫ്ലക്സുകളിൽ ഇത് പരസ്യം കൊടുത്തുകൊണ്ട് അത് നിങ്ങളുടെ പാർട്ടി ഇത് ഈ രൂപത്തിലാക്കി എന്നുള്ള ഒരു സംഗതിയല്ലാതെ മറ്റൊന്നും ചെയ്തു തീർക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് വടകരയുടെ വികസനത്തിന് വേണ്ടി BJP ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് വടകരയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് വടകരയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്, വടകരയുടെ വികസനം എന്താണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വികസന രേഖയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ആ വികസന രേഖയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഇൻചാർജായിട്ടുള്ള ജയകൃഷ്ണ മാഷ് ഇവിടെയുണ്ട്. നമസ്കാരം. ഇവിടെ നമ്മളോട് സംസാരിച്ചിരിക്കുന്ന വിജയബാബു മാസ്റ്റർ NDAയുടെ ചെയർമാൻ കൂടിയാണ്. അതോടൊപ്പം തന്നെ ദിലീപേട്ടൻ, പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി ജയകുമാരേട്ടൻ, പ്രിയങ്കരനായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്ക, കുഞ്ചിയം മണ്ഡലം പ്രസിഡന്റ് അഭിജിത്ത്, ജില്ലാ സെക്രട്ടറി വ്യാസൻ, എല്ലാ മാധ്യമപ്രവർത്തകർക്കും നമസ്കാരം. ഭാരതത്തിൽ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ 12 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വികസിത ഭാരതം രൂപീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഒരു ദിവസത്തിലെ 20 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ നാട്ടിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. വികസിത ഭാരതം രൂപീകരിക്കണമെങ്കിൽ വികസിത ഭാരതത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും വികസിതമായി തീരണം. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും വികസിതമായി തീരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സംസ്ഥാനങ്ങളിലുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും അതിൻ്റെ വികസനങ്ങൾ എത്തിച്ചേരുന്ന സമയത്താണ് വികസിത കേരളവും അതോടൊപ്പം തന്നെ വികസിത ഭാരതവും രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി വിശ്വസിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 70 വർഷ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDFനായാലും UDFനായാലും ചില സ്വാഭാവികമായിട്ടുള്ള വികസനങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാകും എന്നതിനപ്പുറത്ത് എടുത്തു പറയാവുന്ന യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വടകരയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്ന സമയത്ത് നമുക്കൊരു 5 വർഷം മുൻപേയുള്ള വടകരയെയും ഇപ്പോഴുള്ള വടകരയെയും തമ്മിൽ ഒരു താരതമ്യം ചെയ്യുന്ന സമയത്ത് ആ എന്തെങ്കിലും ചില മാറ്റങ്ങൾ വടകരയിൽ വന്നിട്ടുണ്ട് എങ്കിൽ ആ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ ഭാഗമായിട്ട് മാത്രം വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് നാഷണൽ ഹൈവേയുടെ വികസനം നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ വേഗത്തിൽ ആ നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കകം ആ നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് സുഗമമായിട്ടുള്ള ഒരു യാത്രാ സൗകര്യം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷന്റെ വികസനം, ഇന്ന് എയർപോർട്ടുകളെ വെല്ലുന്ന രീതിയിലുള്ള സൗകര്യങ്ങളോടുകൂടി വടകര റെയിൽവേ സ്റ്റേഷനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതിനുള്ള പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിജിക്ക് സാധിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ വികസനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സമയത്ത്
സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വലിയ ഒരു വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ചില അസൗകര്യങ്ങൾ ജനങ്ങൾക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ അസൗകര്യങ്ങളുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും അണ്ടർപാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ഒട്ടേറെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ അണ്ടർപാസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നാഷണൽ ഹൈവേ വികസനം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു ജീവിത രീതിയിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്തുള്ള അസൗകര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് സാധിച്ചത്. PT ഉഷ എം പിയുടെ ഫണ്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അണ്ടർപാസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോഴിക്കോട് ജില്ലയിൽ മുഴുവനുമായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ആ സമയത്ത് ഇവിടെ MP-ക്കോ MLA-ക്കോ യാതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാഷണൽ ഹൈവേ വികസനം, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ വികസനം, അതോടൊപ്പം ആരോഗ്യ മേഖലയിലുള്ള നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏകദേശം 90 കോടി രൂപ, 88.5 കോടി രൂപ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള അവിടെയുള്ള ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ ഫണ്ട് അനുവദിക്കുന്ന സമയത്ത് അവിടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അത് പ്രാദേശിക ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു കടമയാണ്. അവിടെ ആവശ്യത്തിനുള്ള ഡോക്ടർമാരെ നിയോഗിക്കുക എന്നുള്ളത് അത് അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെയും അതിൽ ഇടപെട്ട് അതിന് പരിഹാരം കാണേണ്ടത് MLA-യുടെയും കടമയാണ്. എന്നാൽ മിക്കപ്പോഴും അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരോ നഴ്സുമാരോ മറ്റു ജീവനക്കാരോ ഇല്ലാത്ത ഒരു അവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ട്. ഇവിടെ ആവശ്യത്തിനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാരുകൾ അനുവദിക്കുന്നു, പക്ഷേ അത് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അത് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ MLA-ക്കോ അതേപോലെ തന്നെ പ്രാദേശിക ഭരണകൂടത്തിനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് വിനോദസഞ്ചാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം. വലിയ പൊട്ടൻഷ്യലുള്ള ഒരു നിയോജക മണ്ഡലമാണ് വടകര. പക്ഷേ അവിടെയും അത് വിനോദസഞ്ചാര മേഖലകളിൽ വേണ്ട രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വികസന രേഖയിൽ വടകര തീരദേശ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 13 കിലോമീറ്റർ തീരദേശമുണ്ട് ഈ വടകര നിയോജക മണ്ഡലത്തിൽ. അതിനെ കണക്ട് ചെയ്യുന്ന ഒരു റോഡ് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. കീരിത്തോട്, നടുത്തോട്, കാപ്പുഴത്തോട്, മാടാക്കരത്തോട് ഈ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് 13 കിലോമീറ്റർ തീരദേശ റോഡുകളുടെ നിർമ്മാണം ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പു നൽകുകയാണ്. വടകര മുനിസിപ്പാലിറ്റിയുടെ പ്രദേശങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനകത്ത് ഒന്ന്, നമ്മുടെ തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ചും പറയാം, വടകരയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉപ്പ് കലർന്ന വെള്ളം കുടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അത് കൃത്യമായിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. കേന്ദ്രത്തിന്റെ വിഹിതം കൃത്യമായിട്ട് സംസ്ഥാനങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നുണ്ട് എങ്കിലും സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് അതിന് വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിന് ടാങ്ക് ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ച് കണക്ഷൻ കൊടുത്ത് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ MLA-ക്കോ സംസ്ഥാന സർക്കാരിനോ സാധിച്ചിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഇവിടെ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് കുറച്ചുകൂടിയും എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദിജി എപ്പോഴും പറയുന്നത്, നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളിലേക്ക് അതിവേഗത്തിൽ എത്തിക്കണമെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ കേരളത്തിൽ വരുന്ന സമയത്തെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. കുടിവെള്ള പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങും എന്നാണ് പറയാനുള്ളത്. വടകരയിൽ പ്രദേശങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നത് മാലിന്യങ്ങളെ പണം കൊടുത്ത് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പലപ്പോഴും അത് ചില കാരണങ്ങൾ അത് കത്തുന്ന ഒരു അവസ്ഥ ചില അശ്രദ്ധ കൊണ്ടായിരിക്കും. ചിലപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഇത് വേണ്ട രീതിയിൽ സംസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ തന്നെ കത്തിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ പോലും പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ടോ എന്ന് പോലും ജനങ്ങൾ സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്.
പിന്നെ വടകരയിലുള്ള അറവു മാലിന്യങ്ങളുമായിട്ടുള്ള അറവു മാലിന്യം അത് കൃത്യമായ രീതിയിൽ സംസ്കരിക്കാനുള്ള യാതൊരുവിധ പദ്ധതികളും ഇവിടെ ഇല്ല. അത് അറവു മാലിന്യം മാത്രമല്ല, മൊത്തത്തിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ചെയ്യുന്നത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ മാലിന്യങ്ങൾ അത് അന്യ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് കയറ്റി അയക്കുക എന്നുള്ള ഒരു പ്രതിഭാസമാണ് കേരളത്തിൽ കാണുന്നത്. അത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് ഒരു പ്രതിരോധങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അങ്ങോട്ട് കയറ്റി അയക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ, ഈ മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ കുന്നുകൂടുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ വടകരയിലും നമ്മുടെ കേരളത്തിലും മുഴുവനായിട്ടും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാലിന്യങ്ങൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് വെറുതെ പരസ്യത്തിൽ പറഞ്ഞാൽ പോരാ. സംസ്ഥാന സർക്കാരിന്റെ പരസ്യങ്ങളിൽ പറയുന്നുണ്ട് നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ മാലിന്യം സംസ്കരിക്കാൻ കേരളത്തിന് സാധിക്കുന്നുണ്ടോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്നത്. അത് സാധിക്കണ്ടേ? നമ്മളൊരു ഉപദേശം ജനങ്ങൾക്ക് നൽകുന്ന സമയത്ത്, ഞങ്ങളൊരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്ന സമയത്ത് ആ മുദ്രാവാക്യം ആദ്യം പാലിക്കേണ്ടത് ആരായിരിക്കണം? നമ്മളായിരിക്കണം. അത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ അഡ്വക്കേറ്റ് കെ ദിലീപിനെ നമ്മൾ വിജയിപ്പിക്കുകയാണ് എങ്കിൽ വടകരയുടെ മാലിന്യ പ്രശ്നം വടകരയിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. 2 പതിറ്റാണ്ട് കാലമായി ആരംഭിച്ചിരിക്കുന്ന അഴിയൂരിലെ ശ്മശാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ശ്മശാനങ്ങൾ എന്തുകൊണ്ടാണ് ശ്മശാനങ്ങളെ ഇങ്ങനെ അവഗണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രമാണ് അതിന്റെ ആവശ്യമായിട്ട് വരുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ടാണ് അതിനെ അവഗണിക്കുന്നത് എന്ന് സംശയിക്കുകയാണ്. കാരണം ശ്മശാനങ്ങളുടെ പ്രശ്നം ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മുഴുവനുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഈ ശ്മശാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത്യാധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ സർക്കാരുകൾ പിന്നോട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. വലിയ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഇത്. ചിലപ്പോൾ 1-2 കോടി രൂപയ്ക്ക് ഒരു ശ്മശാനം നമുക്ക് നിർമ്മിച്ചെടുത്ത് നല്ല രീതിയിൽ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ കേരളത്തിൽ മുഴുവനുള്ള ശ്മശാനങ്ങളുടെ അവസ്ഥ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഭാരതീയ ജനതാ പാർട്ടി ആ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്. വടകര നിയോജക മണ്ഡലത്തിലെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം, നമ്മുടെ വിവിധ ഭക്ഷ്യ ഉൽപാദനങ്ങൾ, നമുക്ക് റോ മെറ്റീരിയൽസ് കുറെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചക്ക ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ ഇവിടെ വാഴകൃഷി കൂടുതലായിട്ട് നടക്കുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ തീരദേശ മേഖലകളിൽ മത്സ്യത്തിന്റെ ലഭ്യത ഉണ്ടാകുന്ന സമയത്ത് ആ മത്സ്യത്തിന് തുച്ഛമായ വിലയ്ക്ക് അത് വിൽക്കേണ്ട ഒരു അവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. അത് കൃത്യമായിട്ട് സംസ്കരിച്ച് അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് നല്ല വില കിട്ടുന്ന രീതിയിൽ മത്സ്യത്തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളായിട്ടുള്ള വാഴ ഉൾപ്പെടെയുള്ള, നമുക്കറിയാം ഈ വടകര പ്രദേശങ്ങളിലൊക്കെ വാഴ, കപ്പ ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെ കൂടുതൽ കൃഷി നടക്കുന്ന സ്ഥലമാണ്. അതിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ സംസ്കരിച്ചെടുത്തുകൊണ്ട് പുതിയ പ്രൊഡക്റ്റായിട്ട് വിൽക്കാനുള്ള സംവിധാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പു നൽകുകയാണ്. എല്ലാ പഞ്ചായത്തുകളിലും ഡിജിറ്റൽ ലൈബ്രറികൾ, നമ്മളിപ്പോഴും പഴയ കാലഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്. ഡിജിറ്റൽ ലൈബ്രറികളെ കുറിച്ചൊന്നും ഇപ്പോഴും അതൊന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിനെ നമുക്ക് നല്ല രീതിയിൽ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ലൈബ്രറികൾ കുട്ടികൾ വായിച്ചു വളരട്ടെ, കുട്ടികൾക്ക് പുതിയ അറിവുകൾ ലഭിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ലൈബ്രറികൾ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പു നൽകുകയാണ്. പരമ്പരാഗത തൊഴിൽ മേഖലയെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് നേരത്തെ ഇവിടെ വിജയബാബു മാഷ് അതിനെ കുറിച്ച് സൂചിപ്പിച്ചു. കഴിഞ്ഞ 70 വർഷ കാലഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ഈ വടകര ഒന്ന് എടുത്തു നോക്കിയേ, ഒരു 100 പേർക്ക് ജോലി നൽകാൻ പറ്റുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട്? കഴിഞ്ഞ 5 വർഷ കാലഘട്ടങ്ങളിൽ കെ രമ ജനങ്ങളുടെ മുന്നിൽ പറയേണ്ട ഒരു കാര്യമാണത്. കഴിഞ്ഞ 5 വർഷ കാലഘട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന എന്തെങ്കിലും സംരംഭങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ? PSC നിയമനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്ന് PSC നിയമനങ്ങളിൽ 1ാം റാങ്ക് കിട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും PSCക്ക് അഡ്മിഷൻ കിട്ടാത്ത അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. 1ാം സ്ഥാനത്തുള്ളവർക്ക് പോലും ജോലി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ. അപ്പോൾ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇവിടെ
അല്ലെങ്കിൽ ജനങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളെല്ലാം നമ്മളെ വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം കൂടുതൽ ഭയാനകമായിട്ടുള്ള കേരളം വൃദ്ധസദനങ്ങളായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും. ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പുതിയ തൊഴിലവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇത്തരത്തിലുള്ള പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ റവന്യൂ വരുമാനം വർദ്ധിക്കും. ഇവിടെ നല്ല ഇൻഡസ്ട്രികൾ, ഒരു കാർ ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഉണ്ടാക്കുന്ന സമയത്തുള്ള അതിന്റെ ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന് നികുതി നമുക്ക് കേരളത്തിന് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഇത്തരത്തിലുള്ള തൊഴിൽ മേഖലയെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് കൈത്തറി മേഖലയെ, കയർ മേഖലയെയും മൺപാത്ര നിർമ്മാണത്തെയും എല്ലാം കൈപിടിച്ച് ഉയർത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികളെ കൂടി നമ്മുടെ ഈ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വരുമാനമുണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ പേർക്ക് ജോലി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ആ പ്രദേശം മുഴുവൻ ഒരു വികസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തൊഴിൽ മേഖലയിൽ വലിയ മുന്നേറ്റം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വാഗ്ദാനം നൽകുകയാണ്. ഈ പദ്ധതികൾ, പാരമ്പര്യ ചികിത്സാ പദ്ധതികളൊക്കെ ഇന്ന് അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനൊന്നും വേണ്ട രീതിയിലുള്ള ഒരു പ്രാധാന്യം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. അതൊന്നും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും, NDAക്ക് സാധിക്കുമെന്ന് പറയുകയാണ്. വിനോദസഞ്ചാര മേഖലയിലും ധാരാളം സാധ്യതകളുണ്ട്. അത് നമ്മുടെ ലോകനാർകാവിൽ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ, ലോകപ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് വടകര മണ്ഡലം എന്നുള്ള രീതിയിൽ. പക്ഷെങ്കിൽ വിനോദസഞ്ചാര മേഖലകളിൽ നമ്മൾ ഇപ്പോഴും ഒരു 25 വർഷമെങ്കിലും പിറകിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള യാതൊരുവിധ പ്രൊജക്റ്റുകളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 70 വർഷ കാലഘട്ടങ്ങളിലുള്ള LDFനും UDFനും സാധിച്ചിട്ടില്ല. വിശേഷിച്ച് കഴിഞ്ഞ 5 വർഷം ഭരിച്ച MLAക്കും സാധിച്ചിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി പുത്തൻ മാറ്റങ്ങൾ ഈ മേഖലകളിലേക്ക് കൊണ്ടുവരും. കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. തീരദേശ മേഖലകളിൽ ഉണ്ടാകുന്ന കടലാക്രമണം അത് വലിയ ഒരു പ്രശ്നമാണ്. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ട് ഉൾപ്പെടെയുള്ള അവരുടെ വല ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഇത്തരം വർഷത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള തീരദേശ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം നൽകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാം. പാരമ്പര്യേതര ഊർജ്ജ പദ്ധതികളുമായിട്ട് സൗരോർജ്ജ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കുറേ മലമുകളിലൊക്കെ കുറേ പ്രദേശങ്ങളുണ്ട്, കുറേ ബിൽഡിങ്ങുകളുണ്ട്. അത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് സൗരോർജ്ജ പ്ലാന്റുകൾ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് ഊർജ്ജത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി വടകരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. ഞാൻ നേരത്തെ ഈ വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വടകരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തെ അത് നമ്മൾ വടകരയിൽ തന്നെ നിർമ്മിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി, AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ തൊഴിലവസരങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്ലാൻ തന്നെ ഞങ്ങളുടെ കൈവശമുണ്ട്. കൂടുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ യുവാക്കളൊന്നും പുറത്തു പോകാതെ നമ്മളുടെ അടുത്ത് തന്നെ ജീവിക്കുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് അവൻ്റെ മക്കള് അവരുടെ അവസാന കാലഘട്ടത്തിൽ അവരെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. അതിന് AI ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള തൊഴിലവസരങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുമെന്ന് NDA ഉറപ്പു നൽകുകയാണ്. വടകരയിലെ ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് കേന്ദ്രീയ വിദ്യാലയം നിർമ്മിക്കുക എന്നുള്ളത്. ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും നേതൃത്വത്തിൽ ഉണ്ടാവും. നമ്മൾ നേരത്തെ ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം വികസിത കേരളത്തോടൊപ്പം തന്നെയാണ് സുരക്ഷിത കേരളം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത്. സുരക്ഷിത കേരളം എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ആ പ്രദേശത്തെ നമ്മുടെ വൈദേശിക ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുപോലെ തന്നെ ഇന്ന് യുവാക്കളെ ലഹരിക്ക് അടിമപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ
പിന്നെ റോഡിലിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അതിനെ മാറ്റിയിട്ട് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്ന് പറയുകയാണ്. അതിന് കൂടുതൽ പേരെ അത് നമുക്ക് നാട്ടുകാരെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും NDAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. വടകരയുടെ കായിക പ്രേമികളുടെ നാടാണ് വടകര. അപ്പോൾ സ്പോർട്സിനൊക്കെ യാതൊരുവിധ ഒരു കൺസിഡറേഷനും നമ്മുടെ ഈ സർക്കാരുകൾ നൽകുന്നില്ല, MLA നൽകുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും നമ്മുടെ മേഖലകളിൽ നടക്കുന്നില്ല. അതിന് ഭാരതീയ ജനതാ പാർട്ടി ഉറപ്പു നൽകുകയാണ്. യുവാക്കൾക്ക് അവർക്ക് കളിക്കാനുള്ള സ്ഥലം, കളിസ്ഥലം, ഗ്രൗണ്ട്, സ്റ്റേഡിയം ഇതൊക്കെ നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് കളിയാണ് ലഹരി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്പോർട്സ് ആണ് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളുടെ ഇടയ്ക്ക് നിന്ന് ഈ മയക്കുമരുന്നിനോടുള്ള ആസക്തിയൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരുടെ ശ്രദ്ധ നമുക്ക് ഈ പറയുന്ന ഈ കളികളിലേക്കും വിനോദങ്ങളിലേക്കുമൊക്കെ നമുക്ക് അതിനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരുടെ എനർജി നമുക്ക് ആ മേഖലകളിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ പുതുതലമുറയെ മയക്കുമരുന്നിൽ നിന്ന് നമുക്ക് വിമുക്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഘട്ടം ഘട്ടമായിട്ട് ബാറുകളെ നിർത്തലാക്കും എന്ന് പറഞ്ഞ LDF സർക്കാരാണ് ഇപ്പം ഘട്ടം ഘട്ടമായിട്ട് മുക്കിന് ബാറുകൾ തുറന്നു കൊടുക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ ഒരു ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കായിക മേഖലയിൽ നമ്മൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. റെയിൽവേ മേൽപ്പാലങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. പരിസ്ഥിതി സംരക്ഷണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതി ഇപ്പോൾ നടക്കുന്ന വേസ്റ്റ് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള നമ്മൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പരിസ്ഥിതിയെ യാതൊരുവിധ രീതിയിലും പരിഗണിക്കാതെയാണ്. അതിന്റെ ഒരു പ്രശ്നം നമുക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് വരുന്ന 5-10 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ അടുത്ത തലമുറയായിരിക്കും ഇതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരിക. നമ്മൾക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കുറച്ച് ദുരിതങ്ങളല്ല നൽകേണ്ടത്, നമുക്ക് നല്ല രീതിയിൽ പരിസ്ഥിതി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്ന പോലെ തന്നെ നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചു കൊണ്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി NDA എന്നും ജനങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകിയാണ്. ആശ്രിതരില്ലാത്ത വയോധികർക്ക് അവർക്ക് വേണ്ടിയിട്ട് വൃദ്ധസദനങ്ങൾ എന്നല്ല, അതോടൊപ്പം തന്നെ അവർക്ക് ഒരു അഭയ കേന്ദ്രം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. ചിലപ്പോൾ വൃദ്ധസദനങ്ങൾ തന്നെ വേണ്ടി ആരോരുമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ പ്രത്യേകമായിട്ട് നമ്മൾ താമസിപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ മുഴുവൻ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അതിന് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും. ഇതിനൊക്കെ ചിലപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ അപര്യാപ്തമാണ് എങ്കിൽ, ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നമ്മളിവിടെ കൊണ്ടുവരും. ആവശ്യമായിട്ടുള്ള ഫണ്ട് MP-മാരും MLA-മാരും ഇവിടെ ചെലവാക്കുന്നില്ല എങ്കിൽ, കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതുപോലെ MP-യുടെയും MLA-യുടെ ഫണ്ട് ഇവിടെ ചെലവാക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുന്നില്ല എങ്കിൽ അത് കേന്ദ്ര ഫണ്ട് ഞങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമുക്ക് പയ്യോളിയിൽ PT ഉഷ ഉൾപ്പെടെയുള്ള MP-മാരെ, നോമിനേറ്റഡ് MP-മാരെ നരേന്ദ്രമോദി സർക്കാർ തന്നത്. അവരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതികൾ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കുമെന്ന് NDA നിങ്ങളോട് പറയുകയാണ്. ഇത് വെറും ഒരു വികസന രേഖയോ അല്ലെ വികസിത വടകരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർഗരേഖ മാത്രമല്ല, ഇത് ഭാരതീയ ജനതാ പാർട്ടി നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ഉറപ്പുകളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. നമ്മുടെ വടകരയുടെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ കാലം ഫീൽഡിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഏറ്റവും പ്രാധാന്യം വേണ്ടത് കൊടുത്തു. അതേപോലെ തന്നെ ബാക്കിയുള്ളതും അതേ രീതിയിൽ തന്നെ പരിഗണിച്ചിട്ടുണ്ട്. നാളികേര കർഷകർ, അതേപോലെ നമ്മുടെ അടക്കാത്തെരു, അതേപോലെ തന്നെ പെരുവട്ടംതാഴ, അങ്ങനെയുള്ള വാണിജ്യ കേന്ദ്രങ്ങളുടെ പുനരുദ്ധാരണവും കൂടിയാണ് നമ്മളിതിൽ ഉറപ്പ് നൽകുന്നത്.
വിസ്മയം തീർക്കുവാൻ പൊന്നിന്റെ പൂക്കാലം ഒരുക്കുന്നു ഞങ്ങൾ. പെണ്ണിൻ മനം പോലെന്നും പൊന്മാംഗല്യം. Bobby Chamanur International Jewelers.